ഹായ് നമസ്കാരം. എല്ലാവർക്കും വിഹാൻ അക്കാഡമി ഓൺലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൗരത്വത്തെ പറ്റിയാണ്. പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനായാലും നമ്മുടെ അതൊരു പ്രധാന ടോപ്പിക്കാണ്. മെയിൻസിനായാലും അതുപോലെ തന്നെ പ്രിലിംസിനായാലും നമ്മുടെ ഡിഗ്രി പ്രിലിംസിനൊക്കെ അതിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ പോർഷൻ. അപ്പോൾ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പൗരത്വം എന്താണ്? പൗരത്വം അല്ലെങ്കിൽ ആരാണ് ഒരു പൗരൻ? നമ്മുടെ SCERT ടെക്സ്റ്റിൽ പൗരന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആരാണ് പൗരൻ എന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഒരു പൗരൻ ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ആരാണ് ഒരു പൗരൻ? അരിസ്റ്റോട്ടിലിൻ്റെ നിർവചനം അനുസരിച്ച് പൗരൻ എന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും അതുപോലെ തന്നെ നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക, കാരണം ചിലപ്പോൾ ചോദിക്കാം, SCERT പോയിന്റ് ആയതുകൊണ്ട് ചോദിക്കാം. എന്നാണ് എ പേഴ്സൺ ഹു ഹാസ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ആൻഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ ഈസ് കോൾഡ് ദ സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ശരി, പൗരൻ എന്താണെന്ന് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ എന്താണ് പൗരത്വം? അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് അവിടെ ആ ഒരു രാജ്യത്ത് പൂർണ്ണവും അതുപോലെ തന്നെ തുല്യമായ ഒരു അംഗത്വം ഉണ്ടെങ്കിൽ അയാൾ നമുക്ക് എന്തെന്ന് പറയാം? അയാൾക്ക് അവിടുത്തെ പൗരത്വം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ്? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ ഒരു അംഗത്വത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൗരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നീതി നിർവഹണത്തിലും നിയമനിർമ്മാണ നടപടികളിലും ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ അധികാരമുണ്ടെങ്കിൽ അയാൾ അവിടുത്തെ ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് പറയാം. എന്നാൽ പൗരത്വം എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു രാജ്യത്തെ തുല്യവും അതുപോലെ തന്നെ പൂർണ്ണവുമായ അംഗത്വം, അതായത് ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ്, അതിനെയാണ് പൗരത്വം എന്ന് പറയുന്നത്. ആ ടേം ഓർത്തിരിക്കുക, ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ, അതാണ് പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പൗരന് മാത്രം ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അതിപ്പം വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട്, ഇപ്പം ഇന്ത്യയുടെ കേസ് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഒരു മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ലഭിക്കത്തില്ല. എന്നാൽ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണെങ്കിൽ, ഇവിടുത്തെ ഒരു പൗരനാണെങ്കിൽ അവർക്ക് മാത്രം ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതാണ് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സും. ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ അവകാശങ്ങളും സിവിൽ അവകാശങ്ങളും ആർക്ക് മാത്രമേ ലഭിക്കുള്ളൂ? അവിടുത്തെ പൗരന് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതാണ് പറയുന്നത്, പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും അതുപോലെ തന്നെ പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശം ആർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ? ആ രാജ്യത്തെ പൗരന് മാത്രമേ ലഭിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഒരു രാഷ്ട്രീയ അവകാശങ്ങൾ ഉൾപ്പെടുന്നത് നോക്കാം. വോട്ട് ചെയ്യാനുള്ള അവകാശം, അത് രാഷ്ട്രീയ അവകാശങ്ങളാണ്. അപ്പം ഈ രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാം. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം എന്താണ്? റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻസ്, അതൊരു രാഷ്ട്രീയ അവകാശമാണ്. അതുപോലെ തന്നെ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? പൗരന് മാത്രമേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ അവകാശമാണ്. ഇനി ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, അതൊരു രാഷ്ട്രീയ അവകാശമാണ്. ഇനി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അതൊരു രാഷ്ട്രീയ അവകാശമാണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ, അതായത് ഒരു പ്രസിഡന്റ് ആവാനോ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആവാൻ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ, അറ്റോർണി ജനറൽ ആവാൻ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ആവാൻ, ഇതൊക്കെ ആർക്കേ കഴിയത്തുള്ളൂ? ഇന്ത്യയിലെ പൗരന് മാത്രമേ ആ ഒരു അവകാശമുള്ളൂ. അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, ഇതിലേക്ക് പങ്കെടുക്കാൻ ആർക്കേ അധികാരമുള്ളൂ? നമ്മുടെ ഇന്ത്യയിലെ പൗരന് മാത്രമേ അവകാശമുള്ളൂ. അതാണ് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സും. ഇത് ആർക്ക് മാത്രമേ എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ? അവിടുത്തെ സിറ്റിസണിന് മാത്രമേ എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ.
ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എക്സാമിന് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം, ഇത് ഏതൊക്കെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ശരി, എന്നാൽ നമ്മുടെ ഈ പൗരത്വം എന്ന ആശയത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു ഭരണ വ്യവസ്ഥയിലാണ്? അത് ജനാധിപത്യ വ്യവസ്ഥയിലാണ്. ഓക്കെ, ഈ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ മാത്രമേ നമ്മുടെ പൗരത്വത്തിന് പ്രാധാന്യമുള്ളൂ. ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെയാണ് ഈ പൗരത്വം എന്ന ആശയത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചത്. ജനാധിപത്യ വ്യവസ്ഥ ഭരണ നിർവഹണത്തിൽ പൗരന്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലെ ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ അവകാശങ്ങളുണ്ടല്ലോ, ഈ രാഷ്ട്രീയ അവകാശങ്ങളിലൂടെയാണ് ഈ പൗരന്റെ പങ്കാളിത്തം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉറപ്പുവരുത്തുന്നത്. കാരണം പൗരന് മാത്രമേ ഈ രാഷ്ട്രീയ അവകാശങ്ങളുള്ളൂ, അല്ലാതെ വേറെ ബാക്കിയുള്ളവർക്ക് ഈ രാഷ്ട്രീയ അവകാശങ്ങളില്ല. നമുക്ക് ഇന്ത്യയിലുള്ള ജനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഇന്ത്യയിലെ ജനങ്ങളെ സിറ്റിസൺസ് എന്നും തിരിക്കാൻ പറ്റും. സിറ്റിസൺസ് ഉണ്ട്, ഓക്കെ, അത് ഈ പൗരന്മാരായിട്ടുള്ള ആളുകളും ഉണ്ട്, അതുപോലെ തന്നെ ഏലിയൻസും ഉണ്ട്. അതായത് പൗരന്മാരല്ലാത്ത വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ പൗരനല്ല, അവര് വേറെ ഏതെങ്കിലും രാജ്യത്തിലുള്ള പൗരനായിരിക്കാം, പക്ഷെ ഇന്ത്യയിലെ പൗരനല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഏലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏലിയൻസിൽ തന്നെ നമുക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഫ്രണ്ട്ലി ഏലിയൻസ് ഉണ്ട്. എന്താണ് ഫ്രണ്ട്ലി ഏലിയൻസ്? ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിലുള്ള ഇന്ത്യയുമായി നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്നുള്ള പൗരന്മാർ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ അവരെ നമ്മൾ പറയുന്നതാണ് ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന്. എന്നാൽ അതുപോലെ തന്നെ എനിമി ഏലിയൻസും ഉണ്ട്. എനിമി ഏലിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്ത്യയുമായി അത്ര നല്ല രസത്തിലല്ലാത്ത, അതായത് ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന ചില രാജ്യങ്ങളുണ്ടല്ലോ, ഉദാഹരണത്തിന് പറഞ്ഞാൽ പാകിസ്ഥാൻ. അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്? അവർ നമ്മുടെ നാട്ടിൽ വന്നാൽ അത് എനിമി ഏലിയൻസിലാണ് ഉൾപ്പെടുന്നത്. അതായത് എനിമി ഏലിയൻസിന് ഈ സിറ്റിസൺസിനെ വെച്ച് നോക്കിയാൽ, സിറ്റിസൺസിനെയും ഏലിയൻസിനെയും വെച്ച് കമ്പയർ ചെയ്താൽ നമ്മുടെ സിറ്റിസൺസിനാണ് ഏറ്റവും അധികം റൈറ്റ്സ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുപോലെ ഏലിയൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏലിയൻസിൽ ഫ്രണ്ട്ലി ഏലിയൻസിനാണ്, ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്ലി ഏലിയൻസിനാണ് നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടെ അവകാശങ്ങളും അധികാരങ്ങളും കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ സിറ്റിസൺസിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമുക്ക് ഫ്രണ്ട്ലി ഏലിയൻസിനും കുറച്ച് അധികാരങ്ങളുണ്ട്, എനിമി ഏലിയൻസിന് അത്രത്തോളം അധികാരങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൗരന്മാരെ പറ്റി, അതുപോലെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാരല്ലാത്ത വ്യക്തികളെ പറ്റി പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് പൗരത്വം എങ്ങനെയൊക്കെ നേടാമെന്നാണ്. പൗരത്വം നമുക്ക് രണ്ട് തരത്തിൽ നേടാൻ പറ്റും. രണ്ട് തരത്തിലല്ല, അതായത് നമ്മുടെ നിയമം അനുസരിച്ചാണെങ്കിൽ, അതായത് സിറ്റിസൺ, നമുക്ക് ഒരു നിയമമുണ്ട്, നമ്മുടെ പൗരത്വത്തെ പറ്റി പറയുന്ന നിയമമുണ്ട്. അതാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. നമ്മളിനി നോക്കും, നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന രീതി അനുസരിച്ച് അത് 5 തരത്തിലൊക്കെ നമുക്ക് പൗരത്വം നേടാൻ പറ്റും. അല്ലാതെ പൊതുവെ നമുക്ക് പൗരത്വത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. സ്വാഭാവിക പൗരത്വമുണ്ട്, സ്വാഭാവിക പൗരത്വം, അതിനെയാണ് നമ്മൾ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർജിത പൗരത്വമുണ്ട്. ആർജിത പൗരത്വത്തെ പറയുന്ന പേരാണ് അക്യൂർഡ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറയുന്ന അതനുസരിച്ച് പൗരത്വം നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വമാണ്. അപ്പോൾ ആർജിത പൗരത്വമാണെങ്കിൽ അതിന് പറയുന്നതാണ് അക്യൂർഡ് സിറ്റിസൺഷിപ്പ്, സ്വാഭാവിക പൗരത്വമാണെങ്കിൽ നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഇങ്ങനെ രണ്ട് തരത്തിൽ നേടിയെടുക്കാം. അങ്ങനെ ആർജിത പൗരത്വത്തിലൂടെ നമ്മുടെ ഇന്ത്യയിൽ പൗരത്വം നേടിയ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ലാറി ബേക്കർ. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് നമുക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ. ലാറി ബേക്കർ, ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ് ജനിച്ചത്. ബർമിംഗ്ഹാമിൽ ജനിച്ച വ്യക്തിയാണ് ലാറി ബേക്കർ. ഏത് വർഷം? 1917. അപ്പോൾ 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ് ജനിച്ചത്. എന്നിട്ട് 1945 ആയപ്പം പുള്ളിക്കാരൻ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ വെറുതെ വന്നതാണോ? അല്ല, അദ്ദേഹം ലെപ്രസി മിഷന്റെ ഭാഗമായിട്ടാണ് 1945 ഇന്ത്യയിലെത്തിയത്.
ഇദ്ദേഹം ഈ ഗാന്ധിയൻ ആശയങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ഒരു എന്താണ് ഇന്ത്യക്കാരോട് ഒരു കുറച്ചധികം അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചത്. അപ്പം കേരളത്തിൽ ചിലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് ലാറി ബേക്കർ ആണ്. ഓക്കെ, ഇദ്ദേഹം അറിയപ്പെടുന്നതാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അതെ, ലാറി ബേക്കർ ആണ്. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ലാറി ബേക്കർ ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് 1989 നമ്മുടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അപ്പൊ 1917 ലാറി ബേക്കർ ജനിക്കുന്നു. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുന്നു. 1989 ഇദ്ദേഹത്തിന് പൗരത്വം ലഭിക്കുന്നു. ഇന്ത്യൻ പൗരത്വം കൊടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്. ഇത് ഏത് തരത്തിലുള്ള പൗരത്വമാണ്? ഇത് ആർജിത പൗരത്വമാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആർജിത പൗരത്വമാണ്. ഇദ്ദേഹം 2007 അന്തരിക്കുന്നത്. ഓക്കെ, 2007 അന്തരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 4 വർഷങ്ങളാണ് ലാറി ബേക്കറിനെ പറ്റി പ്രധാനമായും പഠിക്കേണ്ടത്. അപ്പൊ ഈ ജനിച്ച വർഷം ഏതാണ്? 1917. എപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്? 1945. ഏത് മിഷന്റെ ഭാഗമായിട്ട്? ലെപ്രസി മിഷന്റെ ഭാഗമായിട്ട്, അല്ലേ? ഇനി ഇദ്ദേഹത്തിന് ലാറി ബേക്കറിന് ആർജിത പൗരത്വം ലഭിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിച്ച വർഷം ഏതാണ്? 1989. ഇത് പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. 2007 അദ്ദേഹം മരിക്കുകയുണ്ടായി. ഇനി വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നതും നമ്മുടെ ലാറി ബേക്കർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് നമ്മുടെ പൗരന്മാരെ ഇന്ത്യയിലുള്ള ജനങ്ങളെ, പൗരന്മാരെയല്ല, ഇന്ത്യയിലുള്ള ജനങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ പൗരന്മാരെന്നും അതുപോലെ തന്നെ ഏലിയൻസ് എന്നും രണ്ടായി തിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, നമ്മുടെ സിറ്റിസൺസിന് മാത്രം ലഭിക്കുന്ന കുറെ അവകാശങ്ങളുണ്ട്. അത് ആർക്ക് ലഭിക്കത്തില്ല? ഏലിയൻസിന് ലഭിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് സിറ്റിസൺസിന് മാത്രം ലഭിക്കുന്ന ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സിറ്റിസൺസിന് മാത്രം ലഭിക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കണം. അതിൽ ആദ്യത്തേതാണ് ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് വിവേചനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശത്തിനെ പറ്റി പറയുന്നതാണ്. അതായത് നമ്മുടെ ജാതി, മതം, അല്ലെങ്കിൽ വംശം, ലിംഗം, അതുപോലെ തന്നെ ജന്മസ്ഥലം, ഇത് അടിസ്ഥാനമായിട്ടുള്ള വിവേചനങ്ങൾ പാടില്ല. അതിന് എഗെയിൻസ്റ്റ് ഉള്ള അവകാശം, ആ വിവേചനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവകാശം ആർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ? ഇന്ത്യൻ പൗരന് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. അത് ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 16 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 16, അതായത് മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 16 റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുന്ന ഏതിലാണ്? ആർട്ടിക്കിൾ 16. അത് പബ്ലിക് എംപ്ലോയ്മെന്റിൽ അവസര സമത്വം അത് പറയുന്നതാണ് ആർട്ടിക്കിൾ 16. ഇത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ഇന്ത്യൻ പൗരന് മാത്രമേ ലഭിക്കത്തുള്ളൂ. അടുത്തതാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ ഫ്രീഡംസിനെ പറ്റി പറയുന്നത്. എന്തൊക്കെയാണ് ആ ഫ്രീഡംസ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ, ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ 19 പറയുന്ന ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? ഇന്ത്യൻ പൗരന് മാത്രമേ അവകാശമുള്ളൂ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 പറയുന്ന കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. പിന്നെ അടുത്തത് ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ
നിയമസഭ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം, ലോക്സഭ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശവും പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇനി പാർലമെന്റിലോ അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ മെമ്പർഷിപ്പ് നേടാനുള്ള അവകാശവും പൗരന്മാർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന 15, 16, 19, 29, 30 ഇത്രയും അവകാശങ്ങൾ ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? നമ്മുടെ പൗരന്മാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചില പബ്ലിക് ഓഫീസസിലുള്ള ആ ഒരു പൊസിഷനിൽ ചില നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ചില പബ്ലിക് ഓഫീസസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആകാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജ് ആകാനോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ഗവർണർ ആകാനോ അതുപോലെ തന്നെ അറ്റോർണി ജനറൽ ആകാനോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആകാനോ ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ വേറൊരു രാജ്യത്തെ പൗരൻ വന്നിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രസിഡന്റ് ആകാനോ വൈസ് പ്രസിഡന്റ് ആകാനോ ജഡ്ജ് ആകാനോ ഉള്ള അവകാശങ്ങളൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മളെ പിടിച്ചാക്കത്തില്ല. ഇനി നമുക്ക് അവകാശങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഈ റൈറ്റ്സും അതുപോലെ തന്നെ ഈ ഡ്യൂട്ടീസും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് പൗരന് ഒരു അവകാശം കിട്ടുമ്പോൾ പൗരൻ അതിനനുസരിച്ച് ആ രാജ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു പൗരന് ഒരു അവകാശം കിട്ടുമ്പോൾ ആ രാജ്യത്തിലോ അവകാശം കിട്ടുമ്പോൾ ആ പൗരൻ ആ രാജ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, കുറച്ച് കടമകളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണ് ആ കടമകൾ എന്ന് വെച്ചാൽ ടാക്സ് പേ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാകേനെയും ദേശീയ ഗാനത്തിനെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ടതൊക്കെ ഒരു പൗരന്റെ കടമയാണ്. അത് ആർക്ക് ബാധകമല്ല? ഏലിയൻസിനൊന്നും അതങ്ങനെ ബാധകമല്ല. അപ്പോൾ സിറ്റിസൺസിന്റെ കുറച്ച് അവകാശങ്ങൾ എന്താണ്? ടാക്സ് പേ ചെയ്യുന്നത്, അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തിനെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടത്, ഇതെല്ലാം ആരുടെ കടമയാണ്? ഒരു പൗരന്റെ കടമയാണ്. ഇനി നമ്മൾ പൗരത്വത്തെ പറ്റി പറയുമ്പം നമുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആകാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? ഒരു പൗരന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലും USA-യിലും പ്രസിഡന്റ് ആകുന്നതിൽ പൗരത്വം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഏത് തരത്തിൽ എങ്ങനെ പൗരത്വം കിട്ടി എന്നൊന്നും നോക്കുന്നില്ല. പൗരനാണോ, അത് ഏത് രീതിയിൽ പൗരത്വം കിട്ടിയെന്ന് നോക്കില്ല. പൗരനാണോ, ഓക്കെ, എന്നാൽ അയാൾക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാം. പക്ഷെ USA-യിൽ അങ്ങനെയല്ല. USA-യിൽ ജന്മനാ ലഭിക്കുന്ന പൗരത്വത്തിലൂടെ കിട്ടിയ പൗരത്വം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ USA-യിൽ പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാനും പ്രസിഡന്റ് ആകാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഭരണഘടനയിൽ ഈ ഒരു നമ്മുടെ പൗരത്വത്തെ പറ്റി പറയുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് പാർട്ട് 2 ആണ്. ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിലാണ് ഈ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിലാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. അത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. രണ്ടാം ഭാഗമല്ലേ പൗരത്വം? രണ്ടാം ഭാഗത്തിലാണ് ഈ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അതിലൊരു 11 ഇല്ലേ? അപ്പോൾ 11 വരെ, 5 തൊട്ട് 11 വരെയാണ്. 11 വരെയുള്ള 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ഏതിലാണ് പറയുന്നത്? എന്തിനെ പറ്റി പറയുന്നതാണ്? പൗരത്വത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഏത് ഭാഗത്ത് വരുന്നതെന്ന് വെച്ചാൽ രണ്ടാം ഭാഗത്താണ് ഇത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് വെച്ചാൽ അത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അതായത് ഏക പൗരത്വമാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടനയിൽ പൗരത്വത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇതിൽ നമുക്ക് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ഡേറ്റ്, ഈ ഭരണഘടന നിലവിൽ വരുന്ന ഡേറ്റ് എന്നാണ്? 1950 ജനുവരി 26. ഇങ്ങനെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്
ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ എന്ന് മാത്രമേ ഏതിൽ പറയുന്നുള്ളൂ, ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾസിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിന് ശേഷമുള്ള ഈ നമ്മുടെ ഭരണഘടനയൊക്കെ നിലവിൽ വന്നതിന് ശേഷമുള്ള എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നേടാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം, പിന്നെ ഈ പൗരത്വത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതിലാണ് പറയുന്നതെന്ന് വെച്ചാൽ 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അപ്പോൾ 1955 പൗരത്വ നിയമത്തിലൂടെയാണ് പൗരത്വ നിയമത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള സിറ്റിസൺഷിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ നമ്മുടെ ഭരണഘടനയിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആരൊക്കെയാണ് പൗരന്മാർ. കാരണം നമ്മൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനോടൊപ്പം ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുകയാണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് നടക്കുകയില്ലേ, പാകിസ്ഥാനും ഇന്ത്യയുമായി മാറുന്നു. പിന്നെ അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് നമ്മുടെ 1950 ജാനുവരി 26 ഈ ഒരു ഭരണഘടന നിലവിൽ വരുന്ന അതുവരെ ആ ഒരു സമയത്ത്, ഈ ഭരണഘടന നിലവിൽ വരുന്ന ആ ഒരു സമയത്ത് ആരൊക്കെയാണ് ഇന്ത്യയുടെ പൗരന്മാർ എന്ന് പറയുന്നതാണ് ഈ ഒരു ഭരണഘടനയിൽ പറയുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അപ്പം നമുക്ക് നോക്കാം ഈ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആർട്ടിക്കിൾ 5 പറയുന്നത് സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന അന്ന്, അതായത് 1950 ജാനുവരി 26 ഈ ഒരു ഡേറ്റിന് ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 5 അപ്പോൾ ആരൊക്കെയാണ് അതിൽ കുറേ സബ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആരൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ പൗരത്വം നേടുന്നത്, ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാരെന്ന് തിരിച്ചറിയപ്പെടുന്നതെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്ന് ഒരു ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്, സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ആർട്ടിക്കിൾ 6 പറയുന്നത് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺ ഹു ഹാവ് മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പൗരന്മാരുടെ ആളുകളുടെ പൗരത്വത്തെ പറ്റി പറയുന്നതാണ്. എവിടെ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ പൗരത്വത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, 6 പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ പൗരത്വത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 6 ഇനി ആർട്ടിക്കിൾ 7 പറയുന്നത് വെച്ചാൽ ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയത്തെ കുറച്ച് ആളുകൾ എങ്ങോട്ടേക്ക് പോയി, പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ പൗരത്വത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 7. അപ്പോൾ എന്താണ്, റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ. അത് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ചില മൈഗ്രൻസിന്റെ സിറ്റിസൺഷിപ്പ്, അതായത് അവർ പോയിട്ട് അവർ തിരിച്ചു വന്നു. അപ്പം അതിനെ പറ്റിയുള്ള അങ്ങനെയുള്ള അവർക്കുള്ള പൗരത്വത്തിന്റെ കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 7. അടുത്തത് ആർട്ടിക്കിൾ 8. ആർട്ടിക്കിൾ 8 എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത കുറച്ച് പൗരന്മാരുണ്ടല്ലോ, അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും അല്ലാതെ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള വേറെ രാജ്യങ്ങളിൽ താമസിക്കുന്ന, ചിലപ്പോൾ അമേരിക്കയോ അല്ലെങ്കിൽ UK അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഔട്ട്സൈഡ് ഇന്ത്യ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഇന്ത്യക്കാരാണ്, പക്ഷെ ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തോ അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്തോ ഇന്ത്യയിലില്ല, ആ സമയത്ത് ഇന്ത്യയിലില്ല, അവർ ആ രാജ്യത്താണ് താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെയുള്ള സിറ്റിസൺഷിപ്പിനെ പറ്റിയുള്ള അവർക്ക് ഇവിടെയുള്ള സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, നിബന്ധനകൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 8. ഇനി ആർട്ടിക്കിൾ 9 എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു വ്യക്തി അയാൾ വേറൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ സിറ്റിസൺ ആയിരിക്കത്തില്ല. ആ കാര്യം പറയുന്നതാണ് ആർട്ടിക്കിൾ 9. എന്താണ്, പേഴ്സൺസ് വോളണ്ടറിലി അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ടു ബി സിറ്റിസൺസ്.
അതായത് ഇന്ത്യയിൽ നമ്മൾ പിന്തുടരുന്ന പൗരത്വം എങ്ങനെയുള്ളതാണ്? ഏക പൗരത്വമാണ്, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വേറൊരു രാജ്യത്ത് പോയി പൗരത്വം സ്വീകരിച്ച ഒരു വ്യക്തിയെ പിന്നെ ഇന്ത്യൻ പൗരനായിട്ട് വെച്ചുകൊണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. അതാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 9, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് ഇവിടെയാണ്. വേറൊരു രാജ്യത്തെ പൗരത്വം നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇന്ത്യയിലെ പൗരനായിരിക്കില്ല എന്ന്. ഇനി അടുത്ത 10ാമത്തെ ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താണ്? കണ്ടിന്യൂൻസ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതായത് ഈ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള, അതായത് ഈ ഒരു 1950 ജാനുവരി 26 ആരൊക്കെയാണ് പൗരന്മാരെന്ന് പറയുന്നതിൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ്. ഇനി ഇതിൽ ഇങ്ങനെ കിട്ടിയ പൗരത്വം പിന്നെ അങ്ങോട്ട് അതിൻ്റെ തുടർച്ച, ഇനി അങ്ങോട്ട്, അതായത് 1950 ജാനുവരി 26 കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള തുടർച്ചയുടെ കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 10. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂൻസ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്, ഒരു പൗരന്റെ അവകാശങ്ങൾ, പൗരത്വാവകാശങ്ങളുടെ തുടർച്ച, അതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ പൗരത്വം സംബന്ധിച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും, അതിൻ്റെ നിയമനിർമ്മാണത്തിലുള്ള എല്ലാ അവകാശങ്ങളും ആർക്കാണ് അത് തീരുമാനിക്കാനുള്ള അവകാശം? പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗരത്വത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 11. ഓക്കെ, പാർലമെന്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ, അതായത് നിയമം മുഖേന പൗരന്മാരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഉള്ളത്. ആദ്യം കുറച്ച് ആർട്ടിക്കിൾസിൻ്റെ കുറേ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പം എഴുതി വെച്ച് റിവിഷൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും മറന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾസൊക്കെ എഴുതി വെച്ച് കുറച്ച് പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ ഓരോ ആർട്ടിക്കിൾസിൻ്റെയും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 5 എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ 6 ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ഹെഡ്ലൈൻ മാത്രമാണ്. ഇതിൻ്റെ അണ്ടറിൽ ഇനി കുറേ സബ് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ പഠിപ്പിച്ചത് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.